Hi all, welcome to Shadow Broadcasting Free Path IAS. I am Rindo Raj. Let's continue learning Indian polity. So, അടുത്ത നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു സവിശേഷതയാണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. യൂണിവേഴ്സൽ എന്താണ് ഈ ടേമിൻ്റെ അർത്ഥം? യൂണിവേഴ്സൽ മീൻസ് എല്ലാവർക്കും അല്ലേ? അതിൻ്റെ അർത്ഥം വ്യത്യാസങ്ങളില്ലാതെ, ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ എല്ലാവർക്കും. ദാറ്റ്സ് ദ മീനിങ് ഓഫ് യൂണിവേഴ്സൽ. എന്താണ് അഡൾട്ട്? ആ ഒരു രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകൾ പ്രകാരം ആരാണോ പ്രായപൂർത്തിയായിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ആരാണ്? 18 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ അല്ലേ? വാട്ട് ഈസ് ഫ്രാഞ്ചൈസ്? ടു വോട്ട്. അപ്പോൾ എന്തായിരിക്കാം യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്? ആ നാട്ടിൻ്റെ നിയമവ്യവസ്ഥ പ്രകാരം പ്രായപൂർത്തിയായ എല്ലാവർക്കും ഒരു വിവേചനമില്ലാതെ വോട്ടവകാശം. ദാറ്റ് ഈസ് വാട്ട് മീൻ ബൈ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. സി, ഒരു 18 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് മാത്രം വോട്ടവകാശം കിട്ടുമോ? ഒരിക്കലുമില്ല. നമ്മുടെ പേര് എവിടെയും ഉണ്ടായിരിക്കണം? വോട്ടേഴ്സ് ലിസ്റ്റിലും ഉണ്ടായിരിക്കണം. അല്ലാതെ 18 വയസ്സ് കഴിഞ്ഞുകൊണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ സർക്കാർ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും സമ്മതിക്കത്തില്ല. അപ്ലിക്കേഷൻ കൊടുക്കണം. നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ വന്നിട്ടുണ്ട് എങ്കിൽ then we are eligible to vote for ലോക്സഭ elections, legislative assembly elections, പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി ഇലക്ഷൻസ്. ഇവിടെ എന്താണ്? പ്രായപൂർത്തിയായ ആൾക്കാർക്ക് വോട്ടവകാശം എവിടേക്കുണ്ട്? ലോക്സഭയിലേക്കുമുണ്ട്, അസംബ്ലിയിലേക്കുമുണ്ട്, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് വോട്ടവകാശം ഉണ്ടായിരിക്കുന്നതാണ്. ദിസ് ഐഡിയ ഇസ് വാട്ട് മീൻ ബൈ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. സോ ഓരോ പൗരന്മാർക്കും റൈറ്റ് ടു വോട്ട് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭരണഘടന തന്നെയാണ്. സോ ദിസ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. ഈ അവകാശം നമുക്ക് തന്നിരിക്കുന്ന ആരാണ്? ഭരണഘടന നേരിട്ടാണ്. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. ഓൾസോ സി, മുമ്പ് നമ്മുടെ വോട്ടിംഗ് പ്രായപരിധി 21 വയസ്സായിരുന്നു. ഇപ്പോൾ 18 അല്ലേ? പണ്ടത് 21 എന്നാൽ 21 18 കുറച്ചത് നമ്മുടെ ഭരണഘടനയുടെ 61ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴിയാണ്. സോ 61ാമത്തെ ഭരണഘടനാ ഭേദഗതി വരെ നമ്മുടെ നാട്ടിലെ വോട്ടിംഗ് പ്രായപരിധി മിനിമം 21 വയസ്സായിരുന്നു. അതിനെ 18 കുറച്ചത് 61ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. ഇതെടുത്ത് പറയാൻ കാരണം വേറൊന്നുമല്ല, UPSC എക്സാമിന് പലപ്പോഴും പല പല ഭേദഗതികൾ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാറുണ്ട്. സോ തിങ് ഈസ് ദാറ്റ് നിങ്ങൾ ഏതൊക്കെ ഭേദഗതി പഠിക്കണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ ഭേദഗതികളും മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ദെൻ സ്റ്റാൻഡേർഡ് ബുക്കിൽ പഠിക്കുന്ന ഭേദഗതികളും വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. സ്റ്റാൻഡേർഡ് ബുക്സോ മെറ്റീരിയൽസിലോ കാണുന്ന ഭേദഗതിയും മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഭേദഗതികളും മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക. എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പല ഭേദഗതിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യമാണ്? ന്യൂസ് പേപ്പറിൽ കാണാൻ സാധ്യമാണ്. സി, ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല ഞാൻ പറയുന്നത്, ഇതെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഇതുവരെ നമ്മുടെ ഭരണഘടന 106 വട്ടം ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രൊവിഷൻസ് ഭേദഗതി ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാം ഓർത്തിരിക്കാൻ ഒരുപക്ഷെ ബുദ്ധിമുട്ടായിരിക്കാം. അതുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന ഭേദഗതികളും നമ്മൾ സ്റ്റാൻഡേർഡ് ബുക്സിലോ നമ്മുടെ മെറ്റീരിയലോ പഠിക്കുന്ന ഭേദഗതികൾ, അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിൽ കാണുന്ന ഭേദഗതികൾ, ഇതെങ്കിലും, ഇത് മാത്രം മതി എന്നല്ല, റിപ്പീറ്റ് ചെയ്യാണ്, ഇതെങ്കിലും മസ്റ്റായിട്ടും പഠിച്ചിരിക്കുക. കാരണം UPSC എക്സാംസിന് ഇന്ന ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് പലവട്ടം പലതവണ ചോദിച്ചിട്ടുണ്ട്. സോ റിഗാർഡിംഗ് റൈറ്റ് ടു വോട്ട്, അവർ വോട്ടിംഗ് ഏജ് ഫ്രം 21 to 18 വിച്ച് വാസ് റെഡ്യൂസ്ഡ് ബൈ 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. ക്ലിയർ? സി, പണ്ടത്തെ കാലത്ത് ഇന്ത്യയിൽ എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടായിരുന്നു? ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അന്ന് ഏതാണ്ട് 2, 5, 10% ആൾക്കാർക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്താണ്? അന്ന് നമ്മുടെ വോട്ടവകാശം ഡിസ്ക്രിമിനേറ്ററി ആയിരുന്നു. എങ്ങനെ? അന്നത്തെ വോട്ടവകാശം വെൽത്തിൻ്റെ അടിസ്ഥാനത്തിലോ, അല്ലെങ്കിൽ പ്രോപ്പർട്ടി സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിലോ, അല്ലെങ്കിൽ സോക്കാൾ ഹയർ കാസ്റ്റ് മാത്രം എന്തുണ്ടായിരുന്നുള്ളൂ? അന്നൊക്കെ വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ അന്നൊക്കെ സ്ത്രീകൾക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അന്ന് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് ആയിരുന്നു? ഒരിക്കലുമല്ല. പ്രായപൂർത്തി എല്ലാവർക്കും ഒന്നും ഉണ്ടായിരുന്നില്ല, അന്ന് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് അന്ന് പല പല ഫാക്ടേഴ്സ് കൊണ്ടാണ് വോട്ടവകാശം കൊടുത്തിരുന്നത്. ഇത് ഇക്വാളിറ്റി ആണോ? അല്ല, ഇക്വാളിറ്റീനെ ബാധിക്കുന്നുണ്ട്. സോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടന
ഇതൊക്കെ അവസാനിപ്പിക്കുകയും പ്രായപൂർത്തിയായ ഏതൊരു വ്യക്തിക്കും, ഏത് മതത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, ഏത് സംസ്ഥാനമായിക്കോട്ടെ, എന്ത് തന്നെ, ഏത് ജോലി ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, പ്രോപ്പർട്ടി ഉള്ളവനും ഇല്ലാത്തവനും ആയിക്കോട്ടെ, ആര് തന്നെ ആയിക്കോട്ടെ, പുള്ളി പ്രായപൂർത്തിയാണോ, വോട്ടർ പട്ടികയിൽ പേരുണ്ടോ, he is eligible to choose his government. Clear? That's what mean by right to vote. Clear? Secular state. Yes, ഇന്ത്യ എന്താണ്? ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ് അല്ലേ? നമ്മൾ എന്താണ് സെക്യുലറിസം എന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ എപ്പോഴോ നമ്മൾ പഠിച്ചായിരുന്നു. വാട്ട് ഈസ് മീൻ ബൈ സെക്യുലറിസം? ദർ ഈസ് നോ ഒഫീഷ്യൽ സ്റ്റേറ്റ് റിലീജിയൻ. സി, പൊളിറ്റി കോണ്ടെക്സ്റ്റിൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സംസ്ഥാനം എന്ന് മാത്രമല്ല അർത്ഥം, ഇതിന് രാഷ്ട്രമെന്നും രാജ്യമെന്നും ഭരണകൂടമെന്നുണ്ട് അർത്ഥമുണ്ട്. ഇപ്പം ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആരാണ്? സംസ്ഥാന തലവൻ എന്നാണോ രാഷ്ട്രതലവൻ എന്നാണോ? ഇറ്റ് ഈസ് രാഷ്ട്രതലവൻ. സോ പൊളിറ്റി കോണ്ടെക്സ്റ്റ് സ്റ്റേറ്റ് മീൻസ് രാഷ്ട്രം എന്നും എന്തുണ്ട് അർത്ഥമുണ്ട്. സോ എന്താണ് സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ? സെക്യുലർ സംസ്ഥാനമാണെന്നാണല്ല, സെക്യുലർ രാഷ്ട്രം എന്നാണ് മീനിങ്. ആ ഒരു രാജ്യത്തിന് ഒരു ഔദ്യോഗികപരമായിട്ടുള്ള മതം ഇല്ലാത്ത അവസ്ഥ ഈസ് വാട്ട് മീൻ ബൈ സെക്യുലറിസം. ഇന്ത്യക്ക് ഒഫീഷ്യൽ മതമുണ്ടോ? ഹിന്ദുയിസം എന്നോ ക്രിസ്ത്യാനിറ്റി എന്നോ ബുദ്ധിസം എന്നോ ഉണ്ടോ? ഒരിക്കലുമില്ല. ബട്ട് സി, ചില വെസ്റ്റ് ഏഷ്യൻ നേഷൻസിന് എന്തുണ്ട്? ഇസ്ലാം അവരുടെ ഒഫീഷ്യൽ മതമാണ്. ഓർ പല യൂറോപ്യൻ കൺട്രീസിന് എന്തുണ്ട്? ക്രിസ്ത്യാനിറ്റി അവരുടെ ഒഫീഷ്യൽ മതമാണ്. ഓർ നമ്മുടെ നെയ്ബറിംഗ് രാജ്യമായ മ്യാൻമറിന് എന്തുണ്ട്? അവിടെ ബുദ്ധിസം എന്താണ്? ഒഫീഷ്യൽ മതമാണ്. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഇന്ത്യയിൽ എങ്ങനെയാണ്? നമ്മൾ എല്ലാ റിലീജനെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഈക്വലി. നമ്മുടെ ഭരണഘടനാ പ്രകാരം നമ്മൾ ഹിന്ദുയിസം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ഇസ്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ക്രിസ്ത്യാനിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈക്വലി നമ്മൾ സംരക്ഷണം കൊടുക്കുന്നു. അല്ലാതെ ഒരു മതത്തിന് മാത്രം പ്രത്യേക പരിഗണന ആര് കൊടുക്കുന്നില്ല? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റേറ്റിന് എന്തില്ല? നമ്മുടെ രാഷ്ട്രത്തിന് എന്തില്ല? ഒരു ഔദ്യോഗികപരമായിട്ടുള്ള മതവും ഉണ്ടായിരിക്കുന്നില്ല. ദാറ്റ് ഈസ് വാട്ട് മീൻ ദി ഐഡിയ ഓഫ് എ secular state. So we are also a secular nation, which means there is no official religion for the state. Okay, next, fundamental rights and remedies. എന്തിനു വേണ്ടിയാണ് നമുക്ക് മൗലികാവകാശം തന്നിരിക്കുന്നത്? സി, മൗലികാവകാശം എന്താണെന്നല്ല എൻ്റെ ചോദ്യം, എന്തിനു വേണ്ടിയാണ് എന്നാണ് ചോദ്യം. എന്തിനു വേണ്ടിയാണ്? ഓരോ പൗരന്മാർക്കും ഒരു ഹെൽത്തി ഡെവലപ്മെൻറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. വിച്ച് മീൻസ്, സി, അസ്യൂം ചെയ്യുക നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലോ നമുക്കൊരു ഡിഗ്നിഫൈഡ് ലൈഫ് ഉണ്ടായിരിക്കുമോ? ഇല്ല. നമുക്ക് വളർച്ച ഉണ്ടാകുമോ? ഇല്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ സർക്കാർ പറയുകയാണെങ്കിലോ നമുക്ക് എന്ത് സാധ്യമല്ല? ഒരു വളർച്ച ഉണ്ടാകത്തില്ല. അത് നിങ്ങൾ എങ്ങോട്ടും പോകാൻ പാടില്ല, ഇവിടെ തന്നെ ഇരിക്കണമെന്ന് പറയുകയാണല്ലോ, അതൊക്കെ എന്തല്ല? സാധ്യമല്ല. നിങ്ങൾ മിണ്ടാണ്ടിരിക്കണം എന്ന് പറയുകയാണെങ്കിലോ എപ്പോഴും അതും എന്തല്ല? നമ്മളെ കൊണ്ട് സാധ്യമല്ല. ഇത്തരം സ്റ്റേറ്റിൻ്റെ ഒരു ആക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്റ്റേറ്റ് നമ്മളെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ വേണ്ടിയാണ് ഭരണഘടന നേരിട്ട് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ തന്നിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്? റൈറ്റ് ടു ഇക്വാളിറ്റി ഉണ്ട്, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. നമുക്കിങ്ങനെ പലതരം ഓഫ് റൈറ്റ്സ് ആര് തരുന്നുണ്ട്? നമ്മുടെ ഭരണഘടന നേരിട്ട് തരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ജനങ്ങളുടെ ഇന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ട എന്ന് സർക്കാരിനൊരു വാണിംഗ് ആണെന്ത് ഈ പറഞ്ഞിരിക്കുന്ന മൗലികാവകാശങ്ങൾ. ബെസ്റ്റ് എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് ഗോവയ്ക്ക് ടൂർ പോകാമെന്ന് വിചാരിക്കുക അല്ലേ? നമ്മൾ ഗോവൻ സർക്കാരിനെ പെർമിഷൻ എടുത്തിട്ടാണോ ടൂറിന് പോകുന്നത്? അല്ല. നമുക്ക് പോകണം തോന്നി, ബസ്സോ ട്രെയിനോ ഫ്ലൈറ്റോ പിടിക്കുന്നു, പോകുന്നു, തിരിച്ചു വരുന്നു. കാരണം എന്താണ്? റൈറ്റ് ടു മൂവ്മെൻറ്റ്, സഞ്ചാര സ്വാതന്ത്ര്യം. എവിടെ? വിത്തിൻ ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ടെറിട്ടറിക്കകത്തുള്ള സഞ്ചാര സ്വാതന്ത്ര്യം എൻ്റെ നിങ്ങളുടെ എന്താണ്? മൗലികാവകാശമാണ്. ഇപ്പോൾ നമുക്ക് ഗോവയ്ക്ക് പോകണമെങ്കിലോ ഡൽഹിക്ക് പോകണമെങ്കിലോ സർക്കാരിനോട് ചോദിക്കേണ്ട കാര്യമില്ല. നമുക്ക് തോന്നുമ്പോൾ പോകാം, തോന്നുമ്പോൾ തിരിച്ചു വരാവുന്നതാണ്. കാരണം എന്താണ്? ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ സഞ്ചാര സ്വാതന്ത്ര്യം, റൈറ്റ് ടു മൂവ്മെൻറ്റ് നമ്മുടെ എന്താണ്? ഒരു മൗലിക അവകാശമാണ്. അതിൽ ആരിടപെടേണ്ട കാര്യമില്ല, സർക്കാരുകൾ ഇടപെടേണ്ട കാര്യമില്ല. ഇങ്ങനെ നമ്മുടെ ജനങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ, ഒരു പേഴ്സണൽ കാര്യങ്ങളിൽ
ഓർ ഇൻ്റലക്ച്വൽ കാര്യങ്ങളിനകത്ത് സർക്കാർ ഇടപെടാതിരിക്കാൻ വേണ്ടിയാണ് സർക്കാരോട് ഇടപെടണ്ട എന്ന് പറയുന്ന കാര്യമാണ് ദിസ് വേരിയസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ക്ലിയർ? നിങ്ങൾ വിശദമായിട്ട് നമ്മൾ ഭാവിയിൽ പഠിക്കുന്നതാണ്. കാരണം നമുക്ക് ഓരോ റൈറ്റ്സും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക, സ്റ്റേറ്റിൻ്റെ ആക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഭരണഘടന നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ തന്നിരിക്കുന്നത്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് മൗലികാവകാശമാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. എന്തായിരിക്കാം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്? എന്താണ് റെമഡി? റെമഡി മീൻസ് വാട്ട്? ഒരു പ്രതിവിധി, ഒരു പരിഹാരം. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ മൗലികാവകാശങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് റെമഡി ഉണ്ട്. എവിടെയുണ്ട്? ഭരണഘടനാ പ്രകാരം നമുക്ക് എന്തുണ്ട്? റെമഡി ഉണ്ട്. എന്താണ് ആ റെമഡി? നമുക്ക് സുപ്രീം കോർട്ടിനെയോ ഹൈക്കോർട്ടിനെയോ സമീപിക്കാവുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ സർക്കാർ എൻ്റെയോ നിങ്ങളുടെയോ മൗലികാവകാശങ്ങൾ അനാവശ്യമായിട്ട് ലംഘിക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു അനാവശ്യമായി നമ്മുടെ പേഴ്സണൽ കാര്യം ഇടപെടുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് നേരെ എങ്ങോട്ട് ഓടിപ്പോകാവുന്നതാണ്? സുപ്രീം കോടതിയിലേക്കോ ഹൈക്കോടതിയിലേക്കോ ഓടിപ്പോകാവുന്നതാണ്. നമ്മുടെ കോടതി എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോടതിയാണ്. നമ്മുടെ കോടതികൾക്ക് സർക്കാരിനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? കേന്ദ്രത്തിനെയും പേടിക്കേണ്ട കാര്യമില്ല, സംസ്ഥാനത്തിനെയും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ പക്കലാണ് ന്യായമെങ്കിൽ കോടതി വിധി ആർക്ക് അനുകൂലമായിരിക്കും? ഒരു പൗരന് അനുകൂലമായിട്ടായിരിക്കും വിധി വരുന്നത്. ദിസ് ഈസ് വാട്ട് മീൻ ബൈ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. സോ സർക്കാരിൻ്റെ ആക്ഷൻ, സർക്കാർ ചെയ്യുന്ന പ്രവൃത്തികൾ മൗലികാവകാശ ലംഘനമാണെങ്കിൽ, എൻ്റെയോ നിങ്ങളുടെ മൗലികാവകാശത്തിനെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ, നമ്മൾ സുപ്രീം കോർട്ടിനെ ഹൈക്കോർട്ടിനെ സമീപിക്കുകയാണെങ്കിൽ ആ സർക്കാരിനെ വിമർശിക്കാനും സർക്കാരിനെതിരായിട്ട് വിധി കൊണ്ടുവരാനും ജനങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി കൊണ്ടുവരാനും ആരെ കൊണ്ട് സാധിക്കുന്നു? നമ്മുടെ കോടതി മെക്കാനിസത്തെ കൊണ്ട് സാധിക്കുന്നു. ആ ഒരു ആശയത്തിൻ്റെ പേരാണ് എന്ത്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. നമുക്കെന്താണ്? മൗലികാവകാശ ഇഷ്യൂ വരികയാണെങ്കിൽ ഭരണഘടനാപരമായിട്ട് എന്തുണ്ടായിരിക്കുന്നതാണ്? പ്രതിവിധി ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നതാണ്. അതും നമ്മുടെ എന്ത് തന്നെയാണ്? ഒരു മൗലിക അവകാശം തന്നെയാണ്. ദാറ്റ്സ് വാട്ട് വി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. നമ്മൾ ഈ ഓരോ റൈറ്റ്സും ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. നമ്മൾ ഭാവിയിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഫൈൻ. അടുത്തൊരു ചെറിയ ആശയം പറയാം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. നമ്മളിതിനെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നാണ് പറയുക. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഈ പേരിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ നമ്മൾ ഷോർട്ടായിട്ട് DPSP എന്ന് പറയും. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. എന്തായിരിക്കാം ഇട്ട്? പരമാവധി പേരിൽ നിന്ന് നമ്മൾ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഡയറക്റ്റീവ്. എന്താണ് ഡയറക്റ്റീവ് എന്ന് പറയുമ്പോൾ? നിർദ്ദേശം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നിർദ്ദേശ തത്വങ്ങൾ. എന്തിനു വേണ്ടിയിട്ട്? സ്റ്റേറ്റിൻ്റെ പോളിസിക്ക് വേണ്ടിയിട്ട്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രാഷ്ട്രമെന്നോ ഭരണകൂടമെന്നോ സർക്കാർ തൽക്കാലം അനുമാനിക്കുക. വിച്ച് മീൻസ് സ്റ്റേറ്റ് ഒരു പോളിസി കൊണ്ടുവരുമ്പോൾ, ഒരു സ്റ്റേറ്റ് ഒരു നയം കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറയുന്ന ഒരു ഭരണഘടനാ നിർദ്ദേശങ്ങളാണെന്ത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. വിച്ച് മീൻസ് നമ്മുടെ ഭരണഘടന ഒരുപാട് ഗൈഡ് ലൈൻസ് ഓർ ഡയറക്റ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഭരണഘടന പറയുകയാണ് സ്റ്റേറ്റ് ഷാൽ പ്രൊവൈഡ്, എക്സാമ്പിളിന് വേണ്ടി പറയുകയാണ്, സ്റ്റേറ്റ് ഷാൽ പ്രൊവൈഡ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വിമൻ. ഇപ്പോൾ ഭരണഘടന നമ്മുടെ സർക്കാർ നിർദ്ദേശം കൊടുക്കുകയാണ്, യു പ്ലീസ് പ്രൊവൈഡ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വിമൻ. ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും ഒരേ വേജ് കൊടുക്കണമെന്നും ഒരു സാലറി കൊടുക്കണമെന്ന് പറയുന്നു ഒരു DPSP പറയുന്നത്. അതാണ് നിർദ്ദേശം എന്ന് പറയുന്നത്. ഇതൊരു നിർദ്ദേശമായതുകൊണ്ട് തന്നെ സർക്കാരിന് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, ഫോളോ ചെയ്യാതെ ഇരിക്കാൻ സാധ്യമാണ്. ഇതെന്തല്ല? ബൈൻഡിങ് അല്ല, നിർബന്ധമല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ദീസ് DPSPs ആർ നോൺ ജസ്റ്റീഷ്യബിൾ. ഒരു ടേംസ് പഠിക്കാൻ ശ്രമിക്കുക. എന്താണ് നോൺ ജസ്റ്റീഷ്യബിൾ മീൻസ്? ഇൻ കേസ് സ്റ്റേറ്റ് ഒരു ഭരണകൂടം ഈ DPSP ഫോളോ ചെയ്തില്ല എങ്കിലും നമുക്ക് സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ സാധ്യമല്ല, ഒരു കോടതിയെ അപ്രോച്ച് ചെയ്യാൻ സാധ്യമല്ല. കാരണം എന്താണ്? ഇത് സ്റ്റേറ്റ് വേണമെങ്കിൽ ഫോളോ ചെയ്താമെന്ന് ആര് പറയുന്നു? നമ്മുടെ ഭരണഘടന പറയുന്നു. ഇത് വെറും ഒരു നിർദ്ദേശങ്ങൾ മാത്രമാണ്, ഒരു ഒപ്പീനിയൻ മാത്രമാണ്. അവർക്ക് ഫോളോ ചെയ്യാം, ഫോളോ ചെയ്യാതെ ഇരിക്കാം.
ദാറ്റ് ഈസ് DPSP. സോ വാട്ട് ഈസ് DPSP? നമ്മുടെ സ്റ്റേറ്റ് മീൻസ് സംസ്ഥാനമല്ല, നമ്മുടെ ഭരണ സംവിധാനം, നമ്മുടെ പാർലമെൻറ്റോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ ഒരു നിയമം കൊണ്ടുവരികയാണ് എങ്കിലോ, നമ്മൾ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ഒരു നയം കൊണ്ടുവരികയാണെങ്കിലോ, ഒരു സർക്കാരുകൾ എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന സമയത്തോ നമ്മുടെ ഭരണഘടന കൊടുത്തിരിക്കുന്ന ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. ഇത് ഫോളോ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ജനങ്ങൾക്ക് നമുക്ക് ക്ഷേമം ഒരു വെൽഫെയർ ഉറപ്പുവരുത്താൻ സാധിക്കും എന്നുള്ള ഒരു ആശയമാണ്, എന്നുള്ള ഒരു നിർദ്ദേശമാണ് എന്ത് ദിസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇതെന്തല്ല, ജസ്റ്റീഷ്യബിൾ അല്ല. വിച്ച് മീൻസ് ഇത് സ്റ്റേറ്റ് ഫോളോ ചെയ്തില്ല എങ്കിലും നമുക്ക് കോടതിനെ അപ്രോച്ചിന് എന്തല്ല സാധ്യമല്ല. ബട്ട് ഇത്തരം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാർലമെൻറ്റോ സംസ്ഥാന ലെജിസ്ലേച്ചേഴ്സോ ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ നൗ ദാറ്റ് ഈസ് എൻഫോഴ്സിബിൾ. എങ്ങനെ വ്യക്തമാക്കി തരാം. എന്താണ് ഈ DPSP പറഞ്ഞിരിക്കുന്നത്? സ്റ്റേറ്റ് ഷാൽ പ്രൊവൈഡ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ. അല്ലേ? ഇത് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കണമെന്നാണ് ഭരണഘടന പറഞ്ഞിരിക്കുന്നത്. കൊടുത്തേ പറ്റൂ എന്ന് ഭരണഘടന പറയുന്നില്ല. ദാറ്റ്സ് വാട്ട് മീൻ ബൈ നോൺ ജസ്റ്റീഷ്യബിൾ. എന്നാൽ ഈ ഒരു പ്രൊവിഷൻ അല്ലെങ്കിൽ ഈ ഒരു ആശയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാർലമെൻറ്റ് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ പേരാണ് ദി ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്. എന്താണ്? പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമമാണ് ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നിർദ്ദേശം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. ഇപ്പോൾ ഈ നിയമത്തിൽ പറയുന്നു ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും ഒരേ വേജ് കൊടുക്കണമെന്ന് എവിടെ പറയുന്നു? ഈ നിയമത്തിൽ പറയുന്നു. ഇനി എങ്ങനെ കൊടുത്തില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധ്യമാണ്? ഇപ്പോൾ നമുക്ക് കോടതിയെ അപ്രോച്ച് ചെയ്യാൻ സാധ്യമാണ്. എന്തുകൊണ്ട്? ഇപ്പോൾ ഈ നിയമത്തിൽ പറയുന്നു ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും ഒരേ വേജ് കൊടുക്കണമെന്ന് പറയുന്നു. ഇനി അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഇതെന്താണ്? ഈ നിയമത്തിൻ്റെ ലംഘനമാണ്, അല്ലേ? ഇറ്റ്സ് എ വയലേഷൻ ഓഫ് ദിസ് ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്. സോ ആ ഒരു നിയമം ലംഘിച്ചു എന്നും പറഞ്ഞ് നമുക്ക് എന്ത് സാധ്യമാണ്? ഇനി കോടതിയെ അപ്രോച്ച് ചെയ്യാൻ സാധ്യമാണ്. അങ്ങനെ ഒരു നിയമം ഇല്ല എങ്കിലോ ഈ DPSP എന്തല്ല നടപ്പിലാക്കാൻ സാധ്യമല്ല. സ്റ്റേറ്റിന് മനസ്സുണ്ടെങ്കിൽ നടപ്പിലാക്കാം, മനസ്സില്ലെങ്കിൽ നടപ്പിലാക്കാതിരിക്കാനും സാധ്യമാണ്. ഈ ആശയത്തിൻ്റെ പേരാണ് എന്ത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. വിച്ച് മീൻസ് സ്റ്റേറ്റ് ഒരു പോളിസി കൊണ്ടുവരുമ്പോഴോ സ്റ്റേറ്റ് ഒരു നിയമം കൊണ്ടുവരുമ്പോഴോ ഭരണഘടന ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. അതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ നിയമങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ, ഒരു നയം കൊണ്ടുവരികയാണെങ്കിൽ ജനങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന ഭരണഘടന നിർദ്ദേശങ്ങൾ ഒരു ഒപ്പീനിയൻ മാത്രമാണെന്ത്? DPSP, which is Directive Principles of State Policy. ക്ലിയർ? ഫൈൻ. നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. See you then. Bye.